സോ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ജാവ പ്രോഗ്രാം എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ജാവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജാവ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ജാവ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഡി ഡ്രൈവിലെ ബേസിക് എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിനകത്താണ് ഞാൻ ബാക്കി എല്ലാം എഴുതാൻ പോകുന്നത്. ഞാൻ ഇതിന്റെ പ്രോഗ്രാം എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ് Notepad++. സോ ഞാൻ Notepad++ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരു പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്കൊരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ജാവയിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും, രണ്ടാമത് നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്? ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. ക്ലാസ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. എക്സാമ്പിള് പേഴ്സൺ, ആനിമൽ ഇതെല്ലാമാണ് നമുക്ക് ആ ക്ലാസിന്റെ ഒരു ഡിഫൈൻ ചെയ്യുന്നത്. പേഴ്സൺ, ആനിമൽ, വേൾഡ്, ഈ കൺട്രീസ്, നമുക്കത് എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു ക്ലാസ്സിനകത്ത് റിയൽ വേൾഡ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് കൂട്ടാം. ഈ പർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റ്, അത് ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പേഴ്സൺ നിങ്ങൾ എടുത്തെന്ന് വെച്ചോ. ഈ പേഴ്സണിന്റെ തന്നെ മഹാത്മാഗാന്ധി, പിന്നെ നമുക്ക് APJ അബ്ദുൽ കലാം, പിന്നെ ഇപ്പൊ ശരത്, ഞാൻ എന്റെ പേരാണ് എടുക്കുന്നത് ശരത്. ഇതെല്ലാം നോക്കി പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതാണ് ഇതിന്റെ ക്ലാസും ഒബ്ജക്റ്റും നല്ല വ്യത്യാസം. അപ്പൊ നമുക്ക് ഇതാണ് ക്ലാസ്, ഇതാണ് ഒബ്ജക്റ്റ്. സോ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്, സോ ഞാനൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ഈ പ്രോഗ്രാമിനെ ഞാൻ പേഴ്സൺ തന്നെ എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. സോ ഞാൻ പേഴ്സൺ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജാവ പ്രോഗ്രാം ആയിട്ടാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. സോ ഇത് പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ഫയൽ സേവ് ആസ്, നമുക്ക് ഞാൻ പേഴ്സൺ എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ പേഴ്സൺ തന്നെ കൊടുക്കുക. ദെൻ അതൊരു ജാവ ഫയലായിട്ട് സേവ് ചെയ്യണമെങ്കിൽ ജാവ സോഴ്സ് ഫയൽ java.java എന്ന രീതിയിൽ നമ്മൾ സേവ് ചെയ്യാം. സോ ഞാനിത് ഡി ഡ്രൈവില് ബേസിക്കിനകത്ത് സേവ് ചെയ്യാണ്. സോ അത് person.java എന്ന രീതിയിൽ അവിടെ കിടക്കും. ഓക്കെ, ദെൻ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് എന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ക്ലാസ് പേഴ്സൺ. ദെൻ ഒരു ക്ലാസിന്റെ സിൻടാക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇത് വേണം, അതിന് ഓപ്പണിംഗ് വേണം, ക്ലോസിംഗ് വേണം. ദെൻ ഞാൻ ക്ലാസ്സിന് രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. പ്രൈവറ്റ് സ്ട്രിംഗ് name, then private int age. Okay, so ഈ പറയുന്ന ഇതിനെയാണ് നമ്മൾ വേരിയബിൾസ് അല്ലെങ്കിൽ അതിന്റെ വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെമ്പർ മെത്തേഡ്സ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ പർട്ടിക്കുലർലി നമുക്കൊരു ക്ലാസ്സിനകത്ത് നമുക്ക് ഉണ്ടാവേണ്ടത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്ലാസ് മെമ്പേഴ്സ് ഉണ്ടാവണം, ദെൻ മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവണം. ഈ മെമ്പർ ഫങ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലാസ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. സോ ഈ ക്ലാസ് ആക്സസ് ചെയ്യാനായിട്ട് നമുക്കൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ വേണം. സോ നമ്മൾ ഫങ്ഷൻ എഴുതണം, private void then get name.
ഇതൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ഓപ്പണിംഗ് ക്ലോസ് നമ്മൾ സീൽ എഴുതുന്ന പോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ദെൻ സോ നമ്മളിവിടെ പ്രൈവറ്റ് വേർഡ് ഗെറ്റ് നെയിം നമ്മൾ കൊടുത്തു. ദെൻ പ്രൈവറ്റ് വേർഡ് ഗെറ്റ് നെയിമിൽ നമുക്ക് ഗെറ്റ് നെയിം ആണ് എഴുതുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ അറിയാം, അതിനകത്ത് റിട്ടേൺ ടൈപ്പ് വരുമ്പോൾ എന്ത് വന്നാലും അപ്പൊ നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. അതായത് റിട്ടേൺ നെയിം. ഇതിപ്പോ റിട്ടേൺ ചെയ്യണത് ഇതായത് ഈ നെയിം ആയിരിക്കും റിട്ടേൺ ചെയ്യണത്. അപ്പൊ നമ്മൾ നോക്കി എഴുതിട്ട് അറിയാം ഇവിടെ പ്രൈവറ്റ് വോയിഡ്, ഇതിന് റിട്ടേൺ ടൈപ്പ് ഒരിക്കലും വോയിഡ് കൊടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ വോയിഡ് മാറ്റി സ്ട്രിംഗ് എന്ന് കൊടുക്കണം. ദെൻ പ്രൈവറ്റ് സെറ്റ് നെയിം. പ്രൈവറ്റ് സെറ്റ് നെയിം നമ്മൾ അതിനെ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ദിസ് ഡോട്ട് നെയിം, ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നമ്മൾ അതിന് വാല്യൂ പാസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് കൊടുത്ത വാല്യൂ നമുക്ക് എഴുതണം. സോ നമ്മളിത് വാല്യൂ പർട്ടിക്കുലർ കൊടുക്കാനാണ്. അപ്പൊ സ്ട്രിങ്, അതായത് നമുക്ക് അതിനകത്തേക്ക് വാല്യൂ പാസ് ചെയ്യണം. അപ്പൊ സ്ട്രിങ് NAM എന്ന് കൊടുക്കുകയാണ് ഞാൻ. ദെൻ സ്ട്രിങ് NAMല് ഇവിടെ NAM എന്ന് കൊടുത്തു. ദെൻ ക്ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് ഞാൻ എഴുതുന്ന മെയിൻ ക്ലാസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സോ നമ്മൾ നോക്കാം, ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് പ്രൈവറ്റ് എന്നൊരു ആക്സസ് മോഡിഫയർ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് പ്രൈവറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ദിസ് എന്നൊരു കീവേഡ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ ദിസ് എന്ന കീവേഡ് എന്ന് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിന്റ് ദിസ് കീവേഡ് പോയിന്റ് ടു ദി കറന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ദിസ് കീവേഡ് എന്ന് പറയുന്നത് അത് കറന്റ് ഒബ്ജക്റ്റിനായിട്ടായിരിക്കും അതിനെ പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ദിസ് ഡോട്ട് നെയിം ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് നെയിം എന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ NAM എന്നുള്ള വാല്യൂ ദിസ് ഡോട്ട് നെയിം, അതായത് ഈ പർട്ടിക്കുലർ കറന്റ് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കോൾ ആവും. അത് കറന്റ് ഒബ്ജക്റ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യും. അതാണ് ഇത് ചെയ്തേക്കുന്നത്. ദെൻ ഞാനിവിടെ രണ്ട് പേര് പ്രൈവറ്റ് കൊടുത്തേക്കുന്നത്. ഞാൻ ഈ ഒരു വേരിയബിളിനെ മാത്രം ഞാൻ പ്രൈവറ്റ് മാറ്റി പബ്ലിക് കൊടുക്കുകയാണ്. സോ എന്തുകൊണ്ട്, അതായത് ഈ ആക്സസ് മോഡിഫയർ എന്നാണ് ഈ പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും പറയുന്നത്. ഇനി എന്താണ് പബ്ലിക്, എന്താണ് പ്രൈവറ്റ് എന്നുള്ളത് നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു സി പ്രോഗ്രാം നമുക്കറിയാം. സി പ്രോഗ്രാമിന്റെ മെയിൻ പ്രോഗ്രാമാണ് വോയിഡ് മെയിൻ. നിങ്ങൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ കണ്ടിട്ടുണ്ടാവും വോയിഡ് മെയിൻ എന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം എഴുതുന്നത്. സോ പ്രോഗ്രാം എല്ലാം എഴുതുമ്പോൾ മെയിൻ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മെയിൻ പ്രോഗ്രാം ഇല്ലാന്ന് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു മെയിൻ പ്രോഗ്രാം എഴുതാം. സോ ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഫയലിന് ക്ലാസ് എന്ന് കൊടുക്കണം, ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഇതിനടുത്ത് ഓപ്പണിംഗും ക്ലോസിംഗും കൊടുക്കുകയാണ്. സോ അതായത് ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ, സ്ട്രക്ചർ. ദെൻ ഇത് ഞാൻ സേവ് ചെയ്യാണ്. ഫയൽ save as test. Then server save ചെയ്തു. Then നമ്മളൊരു മെയിൻ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക്, അതായത് മെയിൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു മെയിൻ പ്രോഗ്രാമാണ്. സോ നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ ജാവയിൽ എഴുതുന്നത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ദെൻ സ്ട്രിംഗ് args, ഇങ്ങനെയാണ് നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ
ഇപ്പൊ നമുക്ക് ഇത് മെയിൻ പ്രോഗ്രാം ആയി. നമുക്ക് വേണ്ടത് ക്ലാസ് എന്ന് പറഞ്ഞ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ക്ലാസ് ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. സോ നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സൺ p equal to new person. Person p equal to new person. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കോൾ ചെയ്തിട്ടാണ് person p is equal to. സോ ഇപ്പൊ നിങ്ങൾ ഈ person p equal to new person. ഇപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ എന്താണ് ചെയ്തേക്കുന്നത്? സോ ഞാൻ ഇതിന് കമന്റ് ചെയ്ത് വെക്കാണ്. അതായത് ജാവ പ്രോഗ്രാമിംഗ് കമന്റ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഡബിൾ സ്ലാഷ്. ഇത് എന്താ ചെയ്യുക? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഇത് നോക്കിയോ, പേഴ്സൺ എന്ന ക്ലാസിന്റെ ഒരു റെഫറൻസ് പി എന്ന റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം ഞാനിപ്പോ ചെയ്തത്. അപ്പൊ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് അതിന് പി എന്ന ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഞാനിപ്പോ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റെഫറൻസ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദെൻ ഈ പർട്ടിക്കുലർ പിയില് നമ്മൾ അടുത്ത കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ് പി ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ. കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ന്യൂ എന്നുള്ളത് ന്യൂ ഈസ് എ keyword used for allocating memory to a reference. അതായത് p എന്ന റെഫറൻസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനാണ്, ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ന്യൂ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ന്യൂ എന്ന് ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയും. ഇത് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് കോൾ ചെയ്തത്. അതായത് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ പേരുള്ള അതേ നെയിമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് കോൾ ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഈ മെമ്മറി ഒബ്ജക്റ്റ് ഉണ്ടാക്കും. പി എന്ന ഒബ്ജക്റ്റിലേക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മളൊരു പുതിയൊരു റെഫറൻസ് ഉണ്ടായി, ഒരു കൺസെപ്റ്റ് ഉണ്ടായി. ഓക്കെ, ഇപ്പൊ നമ്മളിത് ഇത്ര നമുക്കിത് വർക്ക് ചെയ്യേണ്ടോ എന്ന് നോക്കണം. ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടോ എന്ന് ചോദിക്കണം. സോ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. നിങ്ങൾക്ക് കാണാം കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. ദെൻ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് ഡി ഡ്രൈവിലാണ്. ഡി ഡ്രൈവിലെ ബേസിക് എന്ന ലൊക്കേഷനിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ദെൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി പേഴ്സൺ ഡോട്ട് ജാവയും ടെസ്റ്റ് ഡോട്ട് ജാവയും ഉണ്ട്. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കമ്പൈൽ ചെയ്യാൻ പോകുന്നത് ജാവ സി സ്പേസ് ടെസ്റ്റ് ഡോട്ട് ജാവ ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ട് എൻ്റർ അടിക്കുകയാണ്. സോ എൻ്റർ അടിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കുറേയധികം എറർ വന്നിട്ടുണ്ട്. സോ അത് എന്താണെന്ന് നോക്കാം. എന്താണ് നോക്കാം. ന്യൂ പേഴ്സൺ ഓക്കെ, ഇതിപ്പോ റൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫയൽ റൺ ചെയ്തു. ഈ രണ്ട് ഫയലിലും എററാണ് കാണിച്ചേക്കുന്നത്. സോ ഇൻവാലിഡ് മെത്തഡിഫിക്കേഷൻ റിട്ടേൺ ടൈപ്പ് റിക്വയർഡ്. ഓക്കെ, റിട്ടേൺ ടൈപ്പ് റിക്വയർഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ പേഴ്സണൽ നമുക്ക് എന്തൊരു എറർ ഉണ്ടാവും നോക്കാം. പ്രൈവറ്റ് സോറി, ഇപ്പൊ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇവിടെ സ്ട്രിങ് റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് കിടക്കുന്നുണ്ട്. സോ ഇതുപോലെ നമുക്ക് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. നമുക്ക് ഇത് റിട്ടേൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കീ അതിന് റിട്ടേൺ ടൈപ്പ് നമുക്ക് വോയിഡ് ആയിട്ട് കൊടുക്കണം. പ്രൈവറ്റ് എന്ന് പറയുന്നത് ആക്സസ് മോഡിഫയർ ആണ്. ഇത് റിട്ടേൺ ടൈപ്പ് ആണ് കൊടുക്കേണ്ടത്. ദെൻ ഞാൻ വൺസ് അഗൈൻ ഞാൻ ഒന്നും കൂടി ഇത് കമ്പയർ ചെയ്യണം. ക്ലിയർ ചെയ്തു, സ്ക്രീൻ ക്ലിയർ ചെയ്തു. ദെൻ ഒന്നും കൂടി ഞാൻ അത് കമ്പയർ ചെയ്യണം. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കത് സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എററും കാണിക്കുന്നില്ല. എന്തുകൊണ്ട് എറർ കാണിക്കുന്നില്ല? ഇതിന് എറർ കാണിക്കുന്ന വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. സോ
സോ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മനസ്സിലായി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ ലൊക്കേഷനിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഫയൽ നമ്മൾ എക്സ്ട്രാ ക്രിയേറ്റ് ആയിട്ട് കാണാം. ഞാൻ നോക്കുകയാണെങ്കിൽ 2 ഫയൽ പേഴ്സൺ ഡോട്ട് ക്ലാസ് എന്ന ഫയലും ടെസ്റ്റ് ഡോട്ട് ക്ലാസ് എന്ന ഫയലും എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിരുന്നു കാണാം. നമുക്ക് എങ്ങനെ അപ്പൊ എന്താണ് എക്സ്ട്രാ വരാൻ കാരണം? ഞാൻ ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യണേ. ഓക്കെ, ദെൻ ഞാൻ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നിങ്ങൾ നോക്കിക്കോട്ടെ, ഇവിടെ നോക്കി ശ്രദ്ധിക്കുക. ഈ പേഴ്സൺ ടെസ്റ്റ് മാത്രം നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ. ദെൻ ഞാനൊരു പ്രാവശ്യം കൂടി ഇത് കമ്പയർ ചെയ്യാം. സോ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പേഴ്സൺ ഡോട്ട് ക്ലാസും ടെസ്റ്റ് ഡോട്ട് ക്ലാസും നമുക്ക് ക്രിയേറ്റ് ആയത് കാണാം. ഓക്കെ, അത് മനസ്സിലായി, ഇത്ര മനസ്സിലായല്ലോ എന്താണ് സംഭവം. ഇനി ഈ പർട്ടിക്കുലർ കമാൻഡ് റൺ ചെയ്യണം. അത് പർട്ടിക്കുലർ ഈ ടെസ്റ്റ് നമുക്ക് റൺ ചെയ്യണം. ഈ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ സ്പേസ് പ്രോഗ്രാം നെയിം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് റണ്ണായി. സോ നമ്മൾ ഇത് റണ്ണായി എന്ന് മനസ്സിലായി. പക്ഷെ ഇത് റണ്ണായത് എന്താണ് റണ്ണായത് അതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ വെറുതെ ഒരു ഒബ്ജക്റ്റ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ പർട്ടിക്കുലർ പേഴ്സണിനെ ഈ നെയിമിനൊരു വാല്യൂ കൊടുക്കണം, ഏജിന് ഒരു വാല്യൂ കൊടുക്കണം. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡോട്ട് ഏജ് ഈക്വൽ ടു 20, പി ഡോട്ട് ഏജ് ഈക്വൽ ടു 20. Then system dot out dot println ഇത് നമ്മുടെ കമാൻഡ് ലൈനിലേക്ക് റൺ ചെയ്യിപ്പിക്കാനുള്ളതാണ്. അതായത് നമ്മുടെ CMD-യിലേക്കുള്ള റൺ ചെയ്യിപ്പിക്കാനാണ് ഇത്. Then person age is then person age is p dot age. സോ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഒരു എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു, ദെൻ സേവ് ചെയ്തു, ദെൻ ഒന്നും കൂടി ഞാൻ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ നമുക്ക് എറർ ഒന്നും കണ്ടില്ല. ദെൻ നമുക്ക് റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ദ പേഴ്സൺ ഏജ് ഈസ് 20 എന്ന് പറഞ്ഞു വന്നു കേട്ടോ. പേഴ്സൺ ഏജ് ഈസ് 20 എന്ന് പറഞ്ഞു വന്നു. ദെൻ ഞാൻ അടുത്ത ഒരു ലൈനും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. പി ഡോട്ട് നെയിം ഈക്വൽ ടു സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ 2 ഡബിൾ കോഷൻ അത് കൊടുക്കണം. കലാം എന്ന് കൊടുത്തേ. അപ്പൊ അബ്ദുൽ കലാമിന്റെ കലാമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ദെൻ ഞാൻ ഇതേ സെന്റൻസ് തന്നെ നമ്മൾ ഒന്നും കൂടി റൺ ചെയ്യിപ്പിക്കുകയാണ്. person name is p dot name. സോ നമ്മൾ സേവ് ചെയ്യണം. ഞാൻ ഇതേ കമാൻഡ് തന്നെ ഒന്നും കൂടി കമ്പൈൽ ചെയ്യുകയാണ്. സോ ഇപ്പൊ കമ്പൈൽ ചെയ്തപ്പോ ഒരു എറർ കാണിച്ചു. Name has private access in person p dot name equal to കലാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ വന്നത്? ഇപ്പൊ നമ്മൾ നോക്കുക, പേഴ്സണില് ഞാൻ ഇവിടെ കൊടുത്ത ഏജ് എന്നുള്ളത് പബ്ലിക് ആക്സസ് ആണ് കൊടുത്തത്. പബ്ലിക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ, ആക്സസ് മോഡിഫയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും അതിന് നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ നെയിം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ നെയിമിന് പ്രൈവറ്റ് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രൈവറ്റ് ആക്സസ് കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ മെമ്പർ ഫംഗ്ഷന് മാത്രമേ ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇതിനകത്ത് നോക്കാം. ഇവിടെ സെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സെറ്റ് നെയിം എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ കമാൻഡ് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായി. ഈ രണ്ട് കമാൻഡ് നമുക്ക് യൂസ് ചെയ്താൽ ഇത് നമുക്ക് വർക്ക് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ ആക്സസ് മോഡിഫയർ പ്രൈവറ്റ് ആയതുകൊണ്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡോട്ട് ഗെറ്റ് നെയിം, ഈ പേഴ്സൺ എങ്ങനെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണം കൊടുക്കാൻ. പി ഡോട്ട് ഗെറ്റ് നെയിം, ഗെറ്റ് നെയിമിന് മുമ്പ് സെറ്റ് നെയിം കൊടുക്കണം. നമുക്ക് ആദ്യം സെറ്റ് ചെയ്യണം. പി ഡോട്ട് സെറ്റ് നെയിം, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പി ഡോട്ട് സെറ്റ് നെയിം എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. കണ്ടോ, സെറ്റ് നെയിം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സെറ്റ് നെയിം കോൾ ചെയ്തു. ദെൻ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ കലാം എന്നുള്ള വാല്യൂ പാസ് ചെയ്തു. കലാം, ഓക്കെ, കലാം എന്നുള്ള വാല്യൂ പാസ് ചെയ്തു. ദെൻ ഈ പർട്ടിക്കുലർ വാല്യൂവിനെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ഗെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷനെ ആയിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ സേവ് ചെയ്യുന്നു. ദെൻ അഗൈൻ കമ്പൈൽ ചെയ്യുന്നു. രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. set name has a string has a private access in person p dot get set name p dot get name. Okay, എന്തൊരു വ്യത്യാസം നോക്കട്ടെ. സെറ്റ് നെയിമിന്റെ സ്പെല്ലിംഗ് എന്തൊക്കെയാണ് നോക്കാം. സെറ്റ് name string name. സോ അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാം, ഇതും പ്രൈവറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ആക്സസ് മോഡിഫയർ നമ്മൾ മാറ്റണം, പബ്ലിക് ആയിട്ട് മാറ്റണം. ഒരു പബ്ലിക് മെത്തേഡ് ആണ് നമ്മൾ പ്രൈവറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള വേറൊരു മെത്തേഡ്, അത് മെമ്പർ ഫംഗ്ഷന് മാത്രമേ അതിനെ ആ ഒരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈവറ്റ് അല്ല, പബ്ലിക് ആയിട്ട് സെറ്റ് ചെയ്യണം. സോ ഇങ്ങനെ പബ്ലിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ദെൻ ഇതിനെ നമ്മൾ സേവ് ചെയ്യുന്നു. ദെൻ ഒന്നും കൂടി കമ്പൈൽ ചെയ്യുന്നു. എന്താണ് ഇതിന്റെ എറർ എന്നൊക്കെ നോക്കാം. സോ നമ്മൾ ഓരോ തവണയും നമ്മൾ ഓരോ എറർ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ ഓരോ എററിനെയും സോൾവ് ചെയ്താണ് പോകാനായിട്ട്. സോ ഞാനിത് വീണ്ടും റൺ ചെയ്യുന്നു. സോ ഇത് വീണ്ടും ഇപ്പൊ എററൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ റൺ ചെയ്ത് നോക്കിയാണ്. റൺ ചെയ്ത് നോക്കുമ്പോൾ എന്ത് എറർ വരും നമുക്ക് നോക്കാം. java.txt നമ്മൾ റൺ ചെയ്തു. person age is 20, person name is Kala. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നതും ഒരു ജാവയുടെ ക്ലാസ് ഉണ്ടാക്കുന്നു. അപ്പൊ ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി, ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി. ഈ ടെസ്റ്റിനകത്താണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ചെയ്തേക്കുന്നത്. നമ്മൾ പേഴ്സൺ പി എന്ന റെഫറൻസ് പേഴ്സന്റെ ക്ലാസിന്റെ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ പേഴ്സൺ എന്നുള്ളതാണ് ഇതിനകത്ത് കൺസ്ട്രക്ടർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കൺസ്ട്രക്ടർ എന്നുള്ളത് അതേ ക്ലാസിന്റെ അതേ നെയിമിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ന്യൂ എന്ന കീവേഡ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനാണ് ന്യൂ എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പ്രൈവറ്റ് ടൈപ്പ് മെമ്പർ ഉണ്ട്, പബ്ലിക് ടൈപ്പ് മെമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പബ്ലിക് മെമ്പറിനെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പറിനെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ p.age ഇത് നമുക്ക് ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആക്സസ് ചെയ്യും. പേഴ്സണിലെ ഈ ഏജിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്തേക്കാണ്. അപ്പൊ ഈ ആക്സസ് നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയാണ് ഒരു ജാവയുടെ സിമ്പിൾ പ്രോഗ്രാം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കുക, ഇതിനെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക, ഈ പ്രോഗ്രാം നിങ്ങൾ എഴുതുക. ഓക്കെ, താങ്ക് യു.